ഹലോ, അസ്സാം വലൈക്കും. കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട കുർക്കുറെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുർക്കുറെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു നുള്ള് അപ്പ സോഡ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായി വന്നാൽ ഇത് ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കണം. കൈ എടുക്കാതെ ഇത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. തീ വളരെ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഈ മാവ് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചൂടാറുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് ഇതേപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. ചൂടാറിയതിന് ശേഷം 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് ഇത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഇവിടെ കുഴച്ച് ഒരു ചപ്പാത്തി ഡോ പോലെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയൊരു ബോൾ മാവെടുത്ത് വിരലിൻ്റെ ഈ സൈഡിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷേപ്പ് കിട്ടും. ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീഡിയം ചൂടായാൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുർക്കുറെ ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉടനെ നമ്മളിത് ഇളക്കാൻ പാടില്ല. ഇത് ഓരോന്നും അടിയിൽ നിന്നും മേലോട്ട് പൊന്തി വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കുള്ളൊരു മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ചാറ്റ് മസാല പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ചാറ്റ് മസാല പൗഡർ ഇല്ലെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചതും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ ചാറ്റ് മസാലയിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ചാറ്റ് മസാല ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകൂടി കുർക്കുറയുടെ ടേസ്റ്റ് നമുക്ക് ഇതിന് കിട്ടും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുർക്കുറെ കൂടി ഈ മസാലയിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിലോ അല്ലെങ്കിൽ ബൗളിലോ ഒക്കെ അടച്ചു വെച്ചാൽ കുറേ ദിവസം തന്നെ ഇതേ ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് കിട്ടും. പക്ക കുർക്കുറയുടെ ടെക്സ്ചർ അല്ലെങ്കിലും ഏകദേശമൊക്കെ അതുപോലെ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.